അതുകൊണ്ട് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ ആ ഡീമന്റെ വെബ് അതിൽ പെട്ട് നമ്മുടെ ഹീറോയുടെ സ്ക്വാഡ് രണ്ടായിട്ട് മുറിക്കപ്പെടുകയാണ്. ഹീറോ ഷോക്കായിട്ട് ആ ഡീമണെയും അവളുടെ വെബിനെ നോക്കും. അതേസമയം ഇവനെ കണ്ട് ആ പന്നിത്തലേന് ഭയങ്കര സന്തോഷം. ഇത്രയും പവർ ഇവൻ എങ്ങനെ കിട്ടി? ആക്ച്വലി ഇവന്റെ അത്രയും പവറുള്ള ഒരു ഡീമൺ സ്ലെയറിനെ പോലും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് പന്നിത്തലേനാണെങ്കിൽ കണ്ണിമ വെട്ടാതെ അവനെ തന്നെ നോക്കും. ഗിയു ആണെങ്കിൽ അവനെ മൈൻഡ് ആക്കാതെ അവിടുന്ന് കടന്നു പോകും. അത് കണ്ട പന്നിത്തലയൻ, ഗിയു പ്ലീസ് ഒന്നവിടെ നിൽക്കൂ, നിനക്ക് വിരോധമില്ലെങ്കിൽ എൻ്റെ കൂടെ ഒന്ന് ഫൈറ്റ് ചെയ്യാൻ പറ്റുമോ? നിന്നോട് ഫൈറ്റ് ചെയ്ത് എനിക്ക് നിന്നെ തോൽപ്പിക്കണം. ഈ 12 കിസുക്കി മെമ്പർ ആയിട്ടുള്ള ഈ ജയന്റ് ടീമിനെ നീ തോൽപ്പിച്ചില്ലേ? അങ്ങനെയുള്ള നിന്നെ ഞാൻ ഫൈറ്റ് ചെയ്ത് തോൽപ്പിച്ച ഞാനായിരിക്കും ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഡീമൺ സ്ലെയർ. അതിന് ഗിയു സിമ്പിൾ ആയിട്ട് പറയും, അതിന് നീ ഞാനുമായിട്ട് ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. വെറുതെ സമയം കളയാതെ നന്നായിട്ട് ട്രെയിനിങ് എടുത്ത് പവർഫുൾ ആയിട്ടുള്ള ഡീമൺസിനെയൊക്കെ കൊന്നു തള്ളിയാൽ മതി. എല്ലാവരും നീ പവർഫുൾ ആണെന്ന് പറയും. അതുമാത്രമല്ല, നീ കരുതും പോലെ ഇവൻ 12 കിസുക്കിയിലെ ഒരു മെമ്പർ അല്ലാന്ന് പറയും. അതിന് പന്നിത്തലയൻ അവൻ ദേഷ്യപ്പെട്ട് ഗിയുവെ കളിയാക്കാൻ തുടങ്ങും. കൺട്രോൾ പോയ ഗിയു ആണെങ്കിൽ ആ പന്നിത്തലേനെ ഒരു മരത്തിൽ കെട്ടിയിട്ട് അവിടുന്ന് കടന്നു പോകും. ഇതാ ഇവിടെ നമ്മുടെ ഷിനോബു, അവളാണെങ്കിൽ നമ്മുടെ ചെമ്പൻ തലേന് ആന്റിഡോട്ട് ഇഞ്ചക്ഷൻ ഒക്കെ കൊടുക്കും. അവൾക്കാണെങ്കിൽ ചെമ്പൻ തലേന്റെ പവർ കാണുമ്പോൾ ഭയങ്കരമായിട്ട് അഭിമാനം തോന്നും. കാരണം ഇത്രയും സമയം അവനവന്റെ പവർ ഉപയോഗിച്ചാണ് പോയിസൺ അവന്റെ ബോഡിയിൽ സ്പ്രെഡ് ആവുന്നത് തടഞ്ഞത്. അപ്പോഴാണെങ്കിൽ ചെമ്പമുടിയനാണെങ്കിൽ താഴെ എന്തൊക്കെയോ ശബ്ദം കേൾക്കും. അവൻ താഴേക്ക് നോക്കും. ഒരുപാട് പേര് ഇവിടെ ഉണ്ടായിരുന്നവരുടെ ബോഡിയൊക്കെ കളക്ട് ചെയ്ത് എവിടേക്കോ കൊണ്ടുപോവാണ്. ഡീമൺ സ്ലെയർ കോർപ്പറേഷനിലെ സെർവൻസ് ആണ് അവരെ എല്ലാവരെയും അവിടുന്ന് കൊണ്ടുപോകുന്നത്. കട്ട് ചെയ്ത ഇവിടെ ഹീറോ അവൻ ആ പൊട്ടിയ വാള് വെച്ച് വീണ്ടും ആ വലിയ ഡീമനെ അറ്റാക്ക് ചെയ്യും. പക്ഷെ ആ ഡീമൺ ആണെങ്കിൽ അവളുടെ വെബ് ഉപയോഗിച്ച് അവൻ അറിഞ്ചം പുറഞ്ച് അറ്റാക്ക് ചെയ്യാണ്. ഹീറോ ആണെങ്കിൽ അവളുടെ എല്ലാ അറ്റാക്കിൽ നിന്നും ജസ്റ്റ് മിസ്സിന് രക്ഷപ്പെട്ട് അവന്റെ മാസ്റ്റേഴ്സിനോട് സോറി പറയും. കാരണം അവൻ അശ്രദ്ധയോടുകൂടെ ഫൈറ്റ് ചെയ്തതുകൊണ്ടാണ് അവന്റെ സ്ക്വാഡ് പൊട്ടിപ്പോയത്. രണ്ടായി മുറിഞ്ഞുപോയ ഈ സ്ക്വാഡ് വെച്ച് ഹീറോയ്ക്ക് ഒരുപാട് നേരം ഈ ടീമുമായിട്ട് പിടിച്ചു നിൽക്കാനായിട്ട് ആവില്ല. ആ ഗ്യാപ്പില് ആ റൂയി അവളാണെങ്കിൽ വീണ്ടും ഒരുപാട് വെബുകൾ ഹീറോയ്ക്ക് നേരെ വലിച്ചെറിയും. ഒരു നിമിഷം എന്താ ചെയ്യേണ്ടതെന്നറിയാതെ ഹീറോ പകച്ചു പോവും. ഒന്നും ചെയ്യാൻ കഴിയാതെ അവൻ അങ്ങനെ നിൽക്കുമ്പോൾ ആ വെബുകൾ വന്ന് വീണ് അവിടെ മുഴുവൻ ചോര ചീന്തി തെറിക്കുകയാണ്. അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. ആ വെബ് വീണത് ഹീറോയുടെ മുകളിലല്ല, മറിച്ച് അവന്റെ സിസ്റ്റർ നെസുക്കോയുടെ ബോഡിയിലാണ്. അവളുടെ ബ്രദറിനെ രക്ഷിക്കാനായിട്ട് അവളിപ്പോ ആ വെബുകൾ അവളുടെ ബോഡിയിലേക്ക് ഏറ്റുവാങ്ങി. ഹീറോ ആണെങ്കിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവൾ ആരും കാണാത്ത ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരും. ആ ഡീമൺ ലേഡിയുടെ സിസ്റ്റർ അവൾ വണ്ടറടിച്ച് ഇപ്പൊ ടെസുക്കോയെ തന്നെ നോക്കും. അവളും ഒരു ഡീമനാണ്. അവൾ എന്തിനായിരിക്കും ആ ഡീമൺ സ്ലെയറിനെ രക്ഷിച്ചിട്ടുണ്ടാവാൻ ചിന്തിച്ച് അവൾ കൺഫ്യൂസ്ഡ് ആവും. ഇവിടെ ഹീറോ ആണെങ്കിൽ അവളുടെ അറ്റുപോയ കൈയും കാലും എല്ലാം അവളുടെ ശരീരത്തോട് ചേർത്ത് വെക്കും. ഉടനെ റോയി അവൾ ഒരുപാട് അത്ഭുതത്തോടും ആകാംക്ഷയോടും കൂടെ ടാഞ്ചിറോയുടെയും അവന്റെ സിസ്റ്ററിന്റെയും സ്നേഹം അത് കാണുകയാണ്. അവൾക്ക് മനസ്സിലാവും അവർ രണ്ടുപേരും ബ്രദറും സിസ്റ്ററും ആണെന്ന്. എനിക്കും ഇതുപോലൊരു സിസ്റ്ററിനെ അല്ലെങ്കിൽ ബ്രദറിനെ വേണം. ഇത്തരത്തിലുള്ള സ്നേഹവും കെയറും ഒക്കെ എനിക്കും അനുഭവിക്കണം എന്ന് പറയും. ഉടനെ അവളുടെ ചേച്ചി ഡീമൺ അവൾ അങ്ങോട്ട് ഓടി വരും. ഞാനാണ് നിന്റെ ചേച്ചി, ഞാനുള്ളപ്പോ മറ്റാരുടെ ആവശ്യം നിനക്കില്ല. അതിന് റൂയി ആണെങ്കിൽ അവളുടെ വെബ് വെച്ച് അവളുടെ ചേച്ചിയെ തന്നെ വെട്ടി താഴെയിടുകയാണ്. നിനക്കൊരിക്കലും ഇവരെ പോലെ ആവാൻ കഴിയില്ല. നിനക്കങ്ങനെ ആകാൻ കഴിയുമെന്ന് ബോധ്യമുണ്ടെങ്കിൽ ആദ്യം നീ ഇവിടേക്ക് വന്ന ഡീമൺ സ്ലെയേഴ്സിനെ എല്ലാം തന്നെ കൊന്നുകള. ഇത് കേട്ട് അവളുടെ ചേച്ചിയാണെങ്കിൽ ഒരുപാട് വിഷമത്തിൽ അവിടുന്ന് ഓടിപ്പോവും. റോയിനാണെങ്കിൽ ഇപ്പൊ ഹീറോയെ നോക്കും. നിനക്ക് ഞാൻ ഒരു ഓഫർ തരാം. നിന്റെ സഹോദരിയെ നീ എന്നെ ഏൽപ്പിക്കുകയാണെങ്കിൽ നിന്നെ ഞാൻ കൊല്ലില്ല. നിനക്ക് എവിടുന്ന് രക്ഷപ്പെട്ടു പോവാം. അത് കേട്ട് ഹീറോ അവൻ ടെൻഷനാവും. എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഒരിക്കലും എന്റെ സഹോദരിയെ നിനക്കെന്നല്ല ആർക്കും വിട്ടുകൊടുക്കില്ല. എനിക്ക് ഇവളെയും ഇവൾക്ക് എന്നെയും വിട്ടുപിരിയാൻ കഴിയില്ല. അതിനവൾ ഉറപ്പിച്ചു പറയും, എനിക്ക് തീർച്ചയായിട്ടും നിന്റെ അനുജത്തെ കിട്ടിയേ പറ്റൂ. ഇവളെപ്പോലെ ഒരുത്തിയെ എനിക്ക് ആവശ്യമുണ്ട്. എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന, എനിക്ക് വേണ്ടി ജീവൻ കളയാൻ തയ്യാറാവുന്ന ഒരാളെയാണ് എനിക്ക് വേണ്ടത്. ടാഞ്ചിറോ തീർത്തു പറയും, ഒരു കാരണവശാലും എന്റെ അനുജത്തിയെ നിനക്ക് ഞാൻ വിട്ടു തരില്ല. എന്തൊക്കെ സംഭവിച്ചാലും നിന്നെ കൊന്നിട്ടേ ഞാൻ ഇവിടുന്ന് പോകൂ. ഡീമൺ ആണെങ്കിൽ അവളുടെ ഹെയർ അത് പുറകിലേക്ക് മാറ്റും. അപ്പോഴായിരിക്കും ഹീറോ അവളുടെ കണ്ണില് ലോവർ മൂൺ 5 എന്ന് അടയാളപ്പെടുത്തിയതായിട്ട് കാണുക. അവള് ഇപ്പൊ ഹീറോയെ നോക്കി ചിരിക്കും. നിനക്കെന്നല്ല ഒരു ഡീമൺ സ്ലെയറിനും എന്നെ തോൽപ്പിക്കാനായിട്ട് കഴിയില്ല. ഞാൻ ആ 12 കിസുക്കിയിലെ ഒരു മെമ്പറാണ്. നീ ഇപ്പൊ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് സാക്ഷാൽ ഡീമൺ കിങ് മൂസാന്റെ അണ്ടറിലുള്ള ആ 12 കിസുക്കി മെമ്പറിലെ
നല്ല പവർഫുള്ളായ ഒരു ടീമിനോടൊപ്പമാണ്. ഹീറോ ആണെങ്കിൽ അത് കണ്ട് ഷോക്കായിട്ട് നിൽക്കുന്ന ഗ്യാപ്പിൽ അവളുടെ വെബ് ഉപയോഗിച്ച് ഇപ്പോ നെസുക്കോയെ വെച്ചിരിക്കുന്ന ആ ഒരു ബോക്സ് അതങ്ങനെ തട്ടിയെടുക്കുകയാണ്. അവള് ബോക്സിൽ നിന്ന് നെസുക്കോയെ പുറത്തെടുക്കും. അവളുടെ കഴുത്തില് കൈകൊണ്ട് ഞെരുക്കി അവള് ഹീറോയോട് പറയും, ഇനി നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഇവളെ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്ത്. ഹീറോയ്ക്കാണെങ്കിൽ അത് കേട്ടും കണ്ടും അവനെ ക്ഷമ നശിക്കും. അവൻ ആകെ ജീവിക്കുന്നത് അവന്റെ സിസ്റ്ററിന് വേണ്ടി മാത്രമാണ്. അവനെ തകർന്നു പോയ കത്തിയായിട്ട് അവൾ അറ്റാക്ക് ചെയ്യാൻ ഓടി അടുക്കും. അതേസമയം ഇവിടെ നെസുക്കോ അവളുടെ കൈ വെച്ച് ആ ഡീമന്റെ മുഖത്ത് മാന്തി പറിക്കുകയാണ്. ആ ഡീമൻ ആണെങ്കിൽ വെബ് അത് ഹീറോയ്ക്ക് നേരെ അങ്ങനെ തെറിപ്പിക്കും. ടാഞ്ചറോ ആണെങ്കിൽ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി വെട്ടിത്തിരിഞ്ഞ് അവിടുന്ന് ദൂരേക്ക് മാറും. അവൻ ഇപ്പൊ റൂഹിനെ നോക്കും. അവളുടെ കയ്യില് ഇപ്പോ അവന്റെ അനുജത്തെ കാണാനില്ല. അപ്പോഴായിരിക്കും അവന്റെ സ്ക്വാഡിലേക്ക് രക്തം അതങ്ങനെ ഒലിച്ചിറങ്ങുന്നതായിട്ട് കാണാം. അവൻ മുകളിലേക്ക് നോക്കും. ഒരുപാട് വെബുകളിൽ അവന്റെ അനുജത്തെ റോയിൻ ഡീമൻ അവളങ്ങനെ ലോക്ക് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അവൾ ഹീറോയോട് പറയും, ഇപ്പോഴും ഞാൻ നിന്നോട് പറയാണ്, അവളെ എനിക്ക് വിട്ടതാ. അവളെ നീ എനിക്ക് തന്നിട്ടില്ല എങ്കിൽ ഇതുപോലെ അവൾ ആ വെബില് നേരം വെളുക്കുന്നത് വരെ ഇവിടെ തന്നെ കിടക്കും. നേരം വെളുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ ഹീറോ ആണെങ്കിൽ അവളുടെ ഭീഷണിക്ക് വഴങ്ങാതെ വീണ്ടും അവളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനവള് ഹീറോയെ പിടിച്ചു വലിച്ച് തല്ലി തല്ലി കൊല്ലുകയാണ്. അതിനുശേഷം അവള് ഹീറോയുടെ അടുത്തേക്ക് വരും. നിനക്ക് ആവശ്യം എന്നെ കൊല്ലുക എന്നതല്ലേ, ഞാൻ നിനക്ക് ഒരവസരം തരാം എന്നെ കൊല്ലാനെന്ന് പറഞ്ഞ് അവൾ അടുത്തേക്ക് വരും. ടാഞ്ചറോ ചാടി എഴുന്നേറ്റ് അവന്റെ സ്ക്വാഡ് വെച്ച് അവളുടെ കഴുത്തിൽ ആഞ്ഞു വെട്ടും. പക്ഷെ അവൾക്കാണെങ്കിൽ ഒരു പോറൽ പോലും ഏൽക്കില്ല. അവൾ വീണ്ടും ഇപ്പൊ ടാഞ്ചറോയെ ദൂരേക്ക് ചവിട്ടി തെറിപ്പിക്കും. തെറിച്ചുപോയി വലിയൊരു മരത്തിൽ ഇടിച്ച് അങ്ങനെ വീഴുകയാണ്. അത് കണ്ട നാസുകോ അവൾ നിലവിളിക്കും. അത് കണ്ട് ആ ഡീമൺ അവളുടെ കാലങ്ങനെ അറുത്ത് താഴെ ഇടുകയാണ്. അവൾ വേദനയാൽ പെടയുന്നത് കാണുമ്പോൾ ഹീറോയ്ക്ക് സഹിക്കില്ല. അവനും അവന്റെ കയ്യിൽ ആ കാഴ്ച കണ്ട് സഹിക്കാൻ കഴിയാതെ ഇപ്പോൾ ഒരു മുറിവുണ്ടാക്കുകയാണ്. ടാഹികട്ട ടാഞ്ചറോ ആണെങ്കിൽ തന്റെ 10th ഫോം അത് യൂസ് ചെയ്യാണ്. അവന്റെ മുൻപിൽ മറ്റൊരു വഴിയുമില്ല. 10th ഫോം പവർ എടുത്ത് അവന്റെ പൊട്ടിയ സ്ക്വാഡുമായിട്ട് ഓരോരോ വെബുകൾ വെട്ടി എറിഞ്ഞ് അവൻ ആ ഡീമന്റെ അടുത്തെത്തും. ഒരു അടുത്തെത്തണ താമസം റൂയിൻ ഡീമൻ അതാണെങ്കിൽ അവളുടെ ബ്ലഡ് ആർട്ട് പവർ അതിപ്പോ ഹീറോയ്ക്ക് നേരെ ഉപയോഗിക്കും. ഒരു കൂട്ടം റെഡ് വെബുകൾ ഇപ്പൊ ഹീറോയ്ക്ക് നേരെ വരികയാണ്. അവന് മനസ്സിലാവും മുൻപ് വന്നതിന് കഴിഞ്ഞും 10 മടങ്ങ് പവറുള്ള ാണ് ഇപ്പൊ അവന് നേരെ വരുന്നതെന്ന്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഹീറോ അവനൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. ഫ്ലാഷ് ബാക്കിൽ ഹീറോ വളരെ നന്നായിട്ട് നൃത്തം ചെയ്യുമായിരുന്നു. അവന്റെ അച്ഛനും അവനെ പോലെ തന്നെ നന്നായിട്ട് നൃത്തം ചെയ്യും. അവന്റെ അച്ഛൻ ഐസുകളുടെ ഒത്ത നടുക്ക് നിന്ന് ഡാൻസ് ചെയ്യുന്നത് കണ്ട് ഹീറോ അവൻ വണ്ടറടിക്കും. മാത്രമല്ല അവന് ആ ഡാൻസിങ് ടെക്നിക്കും വേറെ എന്തൊക്കെയോ ചില പ്രത്യേകതര കാര്യങ്ങളും അച്ഛൻ പഠിപ്പിച്ചു കൊടുക്കും. അതുമാത്രമല്ല ആളുടെ ഇയറിങ്സ് അവന് ഗിഫ്റ്റായിട്ട് കൊടുക്കുകയാണ്. ഇതാ പ്രസന്റില് ടാഞ്ചറോ ഈ കാര്യങ്ങളെല്ലാം ആലോചിച്ച് ആ ടീമിനെ അറ്റാക്ക് ചെയ്യാൻ അവളുടെ അടുത്തേക്ക് ഓടി അടുക്കും. ടാഞ്ചറോ ആണെങ്കിൽ ഞൊടിയിടയിൽ അവന്റെ ബ്രീത്തിങ് വാട്ടർ അതങ്ങനെ റെഡാക്കി മാറ്റി ആ വെബുകൾ മുഴുവൻ കട്ട് ചെയ്ത് കളയുകയാണ്. ഹീറോ ആണെങ്കിൽ ആ വെബുകളൊക്കെ വെട്ടി വെട്ടി ഇപ്പൊ ആ ഡീമന്റെ തൊട്ടടുത്തെത്തും. അപ്പൊ ഹീറോ കാണും ആ ഓപ്പണിംഗ് ത്രെഡ്. ആ ഡീമൺ ആണെങ്കിൽ വിടാതെ വീണ്ടും വീണ്ടും വെബുകൾ ഹീറോയ്ക്ക് നേരെ അയച്ചു കൊണ്ടേയിരിക്കും. അപ്പോഴായിരിക്കും മറ്റൊരു വമ്പൻ ട്വിസ്റ്റ്. ഇവിടെ നെസുക്കോ അവൾക്ക് ആദ്യമായിട്ട് അവളുടെ ബ്ലഡ് ടീമൻ പവർ കിട്ടുകയാണ്. അവൾ ആ ഒരു പവർ ഉപയോഗിച്ച് ഇപ്പൊ അവളുടെ ബ്രദറിന് നേരെ വന്ന ആ വെബുകളെല്ലാം തകർത്തില്ലാതാക്കും. ടാഞ്ചറോ അവസാനമായിട്ട് ആ ഡീമനോട് പറയും, എനിക്കും എന്റെ അനുജത്തിക്കും തമ്മിലുള്ള ബോണ്ട് അത് നീ ചിന്തിക്കുന്നതിലും വളരെ വലുതാണെന്ന് പറഞ്ഞ് ആ ഒരു ഡീമന്റെ കഴുത്ത് അതങ്ങനെ വെട്ടിയിടുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.